നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 10 വണ്ടി ഇവിടെ ചവിട്ടിയത് അതൊക്കെ ഇവിടെ റെഡായി. നമ്മളിവിടുന്ന് പോകുന്നത് വരെ ഇവിടെ റെഡ് തന്നെ ആയിരിക്കുമേ. 81 രൂപ 84 പൈസയാണ് ഡീസലിൻ്റെ റേറ്റ്. എങ്ങനെയുണ്ട് ഗൈസ് ടണലിൽ താളം? ശരിക്കും പറഞ്ഞാൽ നല്ല ഓക്സിജൻ ലെവൽ കുറവായിട്ട് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. കണ്ടോ? ഗുഡ് മോർണിംഗ് ഗൈസ്, എക്കോസ്റ്റ്യൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ ആയിട്ടാണ്. നമ്മളിപ്പോൾ തേസ്പൂറിൽ നമ്മളിപ്പോൾ പോകുന്നത് തവാങ്ങിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഡ്രൈവ് എന്ന് പറയുന്ന ഏകദേശം 8.5 മണിക്കൂർ യാത്ര ഉണ്ട് ഗൂഗിൾ മാപ്പ് പ്രകാരം. പക്ഷേ അത് ചിലപ്പോൾ കുറയാൻ എന്തുകൊണ്ടും സംഭവിക്കാം. കാരണം ടെറൈൻസ് ആയതുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വിസിബിലിറ്റിയൊക്കെ ഇന്നലത്തെ പോലെ താഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടും ലേറ്റാകും. അപ്പം സമയം രാവിലെ 6:15 തന്നെ ഇവിടുത്തെ ഒരു ഇത് കണ്ടോ, വെളിച്ചം വീണേക്കുന്നുണ്ട്. ആസാം വളരെ നേരം വെളുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും പോകാനൊക്കെയുള്ള ഒരുക്കത്തിലാണ്. क्या मैकेनिक कर रहा है क्या? गाड़ी थोड़ा मेंटेनेंस देख रहा था. सही है सब. वाशर फ्लूइड सही है देख रहा था. ओके. പെർമിറ്റ് എടുത്ത് വെച്ചോ. അങ്ങനെ ആസാമിൻ്റെ ഗ്രാമങ്ങളുടെ ഇത് ഗ്രാമമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൗണാണ്. ടൗൺ ഏകദേശം വിട്ടു, പക്ഷേ സ്റ്റിൽ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കടകളൊക്കെ എല്ലാം കാണുന്നുണ്ട്. ഗ്രാമം എന്ന് പറയുന്ന നല്ല ഗ്രാമം വരും. നമ്മൾ നേരെ ഇപ്പം ബാലുപോങ്ക് ബോംഡില വഴി തവാങ്ങിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പം നമുക്ക് പെർമിറ്റ് കാണിക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. പിന്നെ ഇപ്പം വണ്ടിക്ക് ഫ്യൂവൽ ഏകദേശം 181 കിലോമീറ്ററേ ഉള്ളൂ. അരുണാചലിൽ കയറിയിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം അരുണാചലിൽ വില കുറവാണ് കാണിക്കുന്നത്. 81 രൂപ 82 രൂപയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിച്ചത്. അപ്പോൾ വിചാരിച്ചെന്നവനായിരുന്നു അരുണാചലിൽ നിന്ന് തന്നെ ഫ്യൂവൽ അടിക്കാമെന്ന്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ടീ എസ്റ്റേറ്റൊക്കെ കൊണ്ടിട്ടുണ്ട്. ഓരോരോ ബോർഡുകളൊക്കെ കാണുന്നു, ടീ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരും രാവിലെ തന്നെ 100-ൽ പറത്ത് കാണും. തവാങ് 310 കിലോമീറ്റർ, ബാലുപോങ് 37 കിലോമീറ്റർ. ബാലുപോങ്കാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കേട്ടോ ഗൈസ്. ഇതാണ് ബാലിപുര ട്രാഫിക് പോയിന്റ്. മഴക്കുള്ളിട്ട് ചെല്ലില്ലേ ഗൈസ്. രാവിലെ നല്ല വെയിലൊക്കെ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് മുകളിൽ മഴക്കോള് കാണുന്നുണ്ട്. ഇതാണ് കുഴപ്പം. മഴക്കോള് കയറി കഴിഞ്ഞാൽ മുകളിൽ കോട ഇറങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മഴ നിന്ന് പെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗി ഡ്രൈവിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. മഴ പെയ്യാണ്ടിരുന്നാൽ കൊള്ളായിരുന്നു. പക്ഷേ മുകളിൽ മഴ കാണിക്കുന്നുണ്ട്. മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി 2 ദിവസം നമ്മുടെ മഴ നശിപ്പിച്ചു. ഇനി ഈ പറഞ്ഞ പോലെ ഒരു 3 ദിവസമാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അതായത് ഇവിടുത്തെ 2 ദിവസവും സിക്കിമിലെ 3 ദിവസവും, അതാണ് നമുക്ക് ഇനി മെയിൻ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിപ്പോവും. അപ്പോൾ ഇതെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. വെലിപ്പാറ വൈൽഡ് ലൈഫ് റിസർവിനകത്തു കൂടെ പോകുന്നത്. പക്ഷെ ടൈഗർ റിസർവാണ് പറയുന്നത്. ഇതിനകത്ത് പക്ഷേ ടൈഗർ കാണാൻ ചാൻസ് കുറവായിരിക്കുമല്ലേ. VRO കേസ് കണക്ട്സ് കേസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അരുണാചൽ പ്രദേശിലെ നെൽപ്പാടങ്ങളിടയിൽ കൂടിയുള്ള ഒരു യാത്ര. അത് വളരെ മനോഹരമായൊരു യാത്രയാണ്. അല്ലാമല്ലേ? തികച്ചും മനോഹരമായ ഒരു യാത്രയാണ്. വ്യത്യസ്തപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കാഴ്ചകളാണ് ഗൈസ് ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ തനിമ, ഒരു 10-20 വർഷം മുന്നത്തെ കേരളം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആട് രാവിലെ കയറ് പൊട്ടിച്ച് കറങ്ങി നടക്കുകയാണ് രാവിലെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അരുണാചലാണോ ആസാമാണോ എന്നാണ്. ഗൂഗിൾ മാപ്പ് ഇതിന് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേറ്റിലെ ഇത് ഞാൻ ബൗണ്ടറി ഞാൻ കണ്ടു, അത് കയറിയതായ. പക്ഷേ ഇപ്പോഴും ഈ ബാലുപോങ്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഒഫീഷ്യൽ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് 12 കിലോമീറ്റർ വീണ്ടും ദൂരത്താണ്. അങ്ങനെ
ദൂരത്ത് കൊണ്ട് വയ്ക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിനർത്ഥം ഏത് തെറ്റ് ഏത് ശരിയാണെന്ന് നമുക്കിതിനെ അറിയാൻ വയ്യ. പക്ഷേ അരുണാചൽ വണ്ടികൾ കാണുന്നുണ്ട് ഇവിടെ. എന്തായാലും മുന്നോട്ടെല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ 10 കിലോമീറ്റർ കഴിയുമ്പം അരുണാചൽ ഒഫീഷ്യലി ആവും. ഗൈസ് മുകളിൽ അവസ്ഥ നോക്കിയാണ്. മഞ്ഞ് ഇപ്പോഴേ മൂടി കിടക്കുന്നു ഗൈസ്. ഒന്നെങ്കിൽ മഴ പെയ്തങ്ങ് തീരണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും ഒന്നും കാണാൻ പറ്റാണ്ടായി പോകും. നമ്മൾ ബാലുപ്പങ്ക് ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. ബാലുപ്പങ്ക് ചെക്ക് പോസ്റ്റ് ഇവിടെ ആയിരിക്കും നമ്മളെ പെർമിറ്റ് കാണിക്കാനുള്ള സ്ഥലം. വെൽക്കം ടു ലാൻഡ് ഓഫ് അരുണാചൽ പ്രദേശ്. സോ നമ്മൾ ഇതാണ് ഗൈസ് അരുണാചൽ. നേരത്തെ നമ്മൾ പറഞ്ഞതല്ല അരുണാചൽ, ഇതാണ് അരുണാചൽ. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. അപ്പം നമ്മൾ പെർമിറ്റ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഗൈസ്. കാരണം എന്താണെന്ന് കണ്ടോ? ഡീസലിൻ്റെ വില 81 രൂപ മാത്രം. 81 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോൾ പിന്നെ എന്തിനു വേണം ഗൈസ്? അടിപൊളി. വാവ്, 81 രൂപ 84 പൈസ. 81 രൂപ 84 പൈസയാണ് ഡീസലിൻ്റെ റേറ്റ്. അപ്പം ഇപ്പം ശരിയല്ലേ ഗൈസ്? ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്. നമ്മുടെ കേരളത്തിനേക്കാൾ 15 രൂപയുടെ വ്യത്യാസമാണ്. അടിപൊളിയല്ലേ? മായമായിരിക്കുന്നില്ലല്ലേ? 81 രൂപയുടെ ഡീസലില് 20 രൂപയുടെ വട്ടണ്ടാണ് എന്തോ. എന്തായാലും കൊള്ളാം. ആരാണ്? നോക്കൂ ഗൈസ്, ഇത് ആരാണ് ഈ വണ്ടി ഓടിക്കുന്നുണ്ടോ? അരുണാചൽ. കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സങ്കടത്തിന് നേരെ അരുണാചലിലേക്ക് വന്ന് വണ്ടി ഓടിക്കാൻ. ഇവിടെ ഫുഡ് കഴിക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പം 3-4 കടയിലായിട്ട് കയറി. അപ്പം നമ്മൾ മാഗി അത് ഇതൊക്കെ പറഞ്ഞ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. വാ കാണിച്ചുതരാം. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 10 വണ്ടി ഇവിടെ ചവിട്ട് ചെയ്തത്. ഇങ്ങനെ ഇവിടെ റെഡായി. നമ്മളിവിടുന്ന് പോകുന്നത് വരെ ഇവിടെ റെഡ് തന്നെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇറങ്ങാണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് സമയം പോകുന്നുള്ള കാരണം ഇതാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാം കൂടെ സമയം പോയത് 1.5 മണിക്കൂർ. നമ്മൾ എങ്ങനെയാണ് ക്രൈസ് നമ്മൾ നേരത്തെ ഇവിടെ എത്തുന്നത്, മീൻസ് ഹോട്ടലിൽ എത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ട്രിപ്പിൽ ഇതൊരു മെയിനായിട്ട് പ്രശ്നമായിട്ട് കാണുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ എവിടെ ചെന്നാലും ഭയങ്കര ലാഗ്. മുകളിൽ ഇത് മല മൂടി കിടക്കുന്നുണ്ട് ബ്രോ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്കിനി ബോംഡില 97 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ബോംഡില, പിന്നെ ദിരാങ്, ഇതാണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന അത്യാവശ്യം ഒരു മെയിൻ സിറ്റീസ് എന്ന് പറയുന്ന. BRO റോഡ് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ റോഡ് ചെറുതായി. ഇവിടെ വൈഡനിങ് ചെയ്യണം കേട്ടോ. ഇവിടെ വേറെ ലാൻഡ് സ്ലൈഡ് വന്നതൊന്നുമല്ല, കയറി വരുന്നുണ്ടല്ലേ. കല്ല് ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചേടാ, ചെറിയ കല്ല് അടിച്ച് വീണ് കിടപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ മഞ്ഞ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണ മഞ്ഞല്ല, ഇന്നലത്തെ പോലത്തെ മഞ്ഞല്ല കേട്ടോ. ഇതുവരെ ഓക്കെയാണ് ഗൈസ്. പണ്ടാറടങ്ങ ഇന്നലെ പെട്ടുപോയി. മെനങ്ങാതെ ഒട്ടും പോയി പറ്റാണ്ടായിപ്പോയി. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു കളർ. തുണി ഉണക്കാനല്ലേ? ശരിയാ. തുണി നമ്മളെല്ലാവരും തുണിയൊക്കെ കഴുകാന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അറിയില്ല എന്താവുന്നു. നോക്കണേ ഗൈസ്, പുള്ളിയിൽ ഇത് ഏത് സ്ഥലം? ചായ് ഫിഷ് മട്ടൺ. റോഡ് എന്തായാലും ഇതുവരെ എല്ലാം പക്കയാണ്. റോഡിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി അല്ല മുകളിലത്തെ അത് വയ്ക്കുന്നു കൊള്ളാം. അവിടെ കയറി പോകും.
ബോൾ ഓഫ് ഫയർ ഡിവിഷൻസ് വെൽക്കംസ് യു. അതെന്തായാലും ബോൾ ഓഫ് ഫയർ ഡിവിഷൻസ് വെൽക്കം ടു സെസ. സെസ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതും ബേസിക്കലി ആർമിയുടെ ഇത് തന്നെയാണ്. അടിപൊളിയായിട്ടില്ലേ, ഒരു അടിപൊളി പാലം. ഇപ്പം നമുക്ക് ഇറങ്ങിയപ്പോൾ ഇത് ഇരുമ്പ് പാലമാണ്. ഇവിടെ നല്ല രീതിയിൽ കല്ല് പൊട്ടി 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 വരുന്നുണ്ട് കേട്ടോ. BRO ടീംസ് ഫുൾ ടൈം ഇവിടെ റോഡിന് ഫുൾ ആക്റ്റീവായിട്ടുണ്ട്. പഴയ പാലം അപ്പുറത്തു നിന്നായിരുന്നു. വെള്ളം റോഡൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയാണ്. അടിപൊളി അല്ലേ, ഭയങ്കര സെറ്റപ്പാണല്ലേ BRO. പിന്നെ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എന്തായാലും അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ എല്ലാ വർക്കിലും കാണുന്ന. മുകളിലോട്ട് നോക്കിക്കണ്ടേ, അടിപൊളി. നല്ല ഫോഗായിട്ടുണ്ട് ഗൈസ്. വീണ്ടും കാണാനുണ്ട് വിസിബിലിറ്റി ഉണ്ടല്ലോ, തീരെ മോശമൊന്നുമില്ലല്ലോ. ഇത്രയും 10 കഴിഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒന്നും കുറവല്ലായിരുന്നോ നമുക്ക് ഇന്നലെ? ഇതിൻ്റെ ഒന്നും കുറവല്ലായിരുന്നോ ഇന്നലെ? ഇത് പക്ഷേ ഏതാണ്ട് 10-40 മീറ്റർ വിസിബിലിറ്റി ഉണ്ട്. ഇത് നമുക്കൊരു 40 സ്പീഡും അല്ലെങ്കിൽ 50 സ്പീഡൊന്നും വലിയ പ്രശ്നമാണ്. 40 സ്പീഡൊക്കെ ഓക്കെയാണിത്. ഇത്ര 30-ന് താഴെ പോകേണ്ട കാര്യമില്ല. കാര്യമുള്ള അതല്ല. അല്ലെങ്കിൽ മുകളിൽ ചെന്ന് പോയി പകൽ വെട്ടത്ത് ഈ വിസിബിലിറ്റി ആവുന്ന നാളെ മുകളിലോട്ട് ഇരുട്ടത്തും ഇങ്ങനെ ഒന്ന് ഈ ഒരു വിസിബിലിറ്റി പോകുന്നു കഴിഞ്ഞാൽ പറ്റൂല. ഇവിടെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് വിസിബിലിറ്റി. അല്ല ഇതിപ്പോൾ ഒന്ന് കയറി ഇത് ഇത്തിരി ഓക്കെ മീൻസ് എന്താ പറയുക 20 മീറ്റർ. എന്നാലും ഫ്രണ്ട് ട്രക്ക് ഉണ്ട് കേട്ടോ, അതായിരിക്കും സ്ലോ. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ്? മഞ്ഞിലൊക്കെ എടുത്തിട്ടില്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഇന്നലത്തെ സിറ്റുവേഷനായി. എങ്ങനെയുണ്ട് ഗൈസ്? ടണലിൽ താളം. ഒന്നും മറ്റേ ട്രക്ടർ അടിച്ച് പറ്റുമായിരിക്കും കിട്ടത്. അത് അവിടെ നീട്ടി കൊടുത്താൽ മതി. ഈ കാണുന്നതാണ് തേങ്കാവാലി കേട്ടോ. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ റൈറ്റ് ലെഫ്റ്റിലായിരിക്കും ആ വാലി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒന്നും കാണാൻ പറ്റുമോ ഗൈസ്? ചിറാപുഞ്ചി പോയതുപോലെ ആവുമല്ലോ. പക്ഷെ ഒരു 5 കിലോമീറ്റർ കഴിയുമ്പം വെതർ ക്ലിയർ ആണെന്ന് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പറഞ്ഞു കേട്ടോ. ഓൾമങ്ക് 10 കിലോമീറ്റർ ഫ്രണ്ടിലാണ്. പുള്ളി ഓക്കെ വെതർ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കുറച്ച് വൃത്തിയുള്ള റോഡായി. ഈ അടുത്തങ്ങോട്ട് ടാറിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് കാലുകൊടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. അവല ET എത്രയാണ് അപ്പം കാണിക്കുന്നത്? 3 മിനിറ്റ് കുറഞ്ഞു 16:57. ആ അവിടെ നിന്ന് ലാൻഡ് സ്ലൈഡ് കണ്ട സംഭവിച്ചതാണ്. നമ്മൾ കസ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കസ്പി ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഹോട്ടലൊക്കെ ഉള്ള ഒരു ജംഗ്ഷൻ. ഹോട്ടൽ കുറച്ച് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് എങ്കിലും കുഴപ്പമില്ല. കുറച്ച് നമുക്കൊക്കെ ഇത്രയും ഇതുള്ളതുകൊണ്ട് 10-30 പേരുള്ളതുകൊണ്ട് നമുക്ക് ഇതൊരു പാടാണ്. അപ്പോൾ അതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ ടൈം ആയില്ല. 11 നമ്മൾ ദിരാങ്കിൽ ചെന്നിട്ടില്ല കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണി ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ബ്ലോക്കാണ് ആ ഫ്രണ്ടിൽ. നമ്മളെ വണ്ടിയെല്ലാം കാണുന്നുണ്ടോ? ആൽബർട്ടോസ് അങ്ങ് പോകണല്ലേ. ഇങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ഗൈസ്. മുകളിൽ മഴ, തവാങ്കിൽ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ കൾച്ചറൽ സ്റ്റഡീസ്, വെസ്റ്റ് കമിങ് ഡിസ്ട്രിക്റ്റ്, അരുണാചൽ പ്രദേശ്. വെസ്റ്റ് കമിങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. മുകളിൽ മൊത്തം കമ്പിടിച്ചേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ എന്താ പുള്ളിയൊക്കെ കെട്ടി വലിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താടാ നീ കട്ട് തിന്നത്? ക്ഷീണിക്കുമ്പോൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ആരും പറയാതെ ഈ സമയത്ത് ഫ്രൂട്ട് ആൻഡ് നട്ട്. താങ്ക് യു അമ്മ. ഈ ബാസ് ഇടാണ്ട് സംസാരിക്കാറുണ്ട് എനിക്ക്. ഒരു മൊണാസ്ട്രി ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ കാണിച്ചരേ, വണ്ടി തിരിക്കുമ്പോൾ കാണിച്ചുതരാം. നമ്മുടെ ഫ്രണ്ടിലാണുള്ള മൊണാസ്ട്രി. ഇതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ മുകളിൽ? പക്ഷെ അത് ആൾക്കാരൊന്നും കയറി ചെല്ലുന്നത് കണ്ടില്ല, അടച്ചിട്ടേക്കാണ്. ഡുൽ ഥാർപാർ ലിങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പേര്. നമ്മൾ കയറി വരുന്നതനുസരിച്ച് എൻ്റെ ഭംഗിയും മാറി തുടങ്ങി കേട്ടോ. മലയുടെ ഭംഗിയും മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ലഡാക്കിൻ്റെ ഒരു എത്ര ശതമാനം വരൂടാ? എനിക്ക് നല്ല ലഡാക്കിന്റെ ഫീൽ നല്ലോണം കിട്ടുന്നുണ്ട്. ഈ സൈഡ് ഫുള്ള് ലഡാക്കാണ്. അല്ല, ഈ മരമൊക്കെ അങ്ങ് ഇല്ലാണ്ടായാലും ആ ഫീൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പോകുന്ന റോഡും ഇപ്പോഴത്തെ റോക്കും കാര്യങ്ങളും സൈഡിൽ നിന്നൊക്കെ എല്ലാം. അല്ല, ഇതിപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഹിമാചൽ സൈഡിൽ കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. ലഡാക്കിൻ്റെ ഫീല് വന്നിട്ടില്ല. റൂപ്പ തവാങ് 190 നേരെയാണ് കേട്ടോ. നല്ലോണം കിട്ടും. നമുക്ക് തവാങ്ങിലേക്ക് നേരെയാണ് പോകേണ്ടത്. ദിനാങ്ക് 55 കിലോമീറ്റർ ഉണ്ട്. രണ്ടു നമ്മളെത്തും. കയറി ഒരുപാട് മുകളിലെത്തി ഗൈസ്. ഇനി നമുക്ക് ദിരാങ്കിലേക്ക് 42 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പം വേറെ വിസിബിലിറ്റി ഇഷ്യൂ ഒന്നും കാണുന്നില്ല. നല്ല വെയിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി ഇങ്ങനെ മുകളിലെത്തി ഗൈസ്. ഇനി ദിരാങ്ക് 42 കിലോമീറ്റർ ഉണ്ട്. ദിരാങ്ക് 42. ഇതെന്താ 42? കുറേ നേരമായിട്ട് 42 ആണല്ലോ കാണിക്കുന്നത്. ഇവരെ തെറ്റ്. ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മഞ്ഞില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ച് കയറി വരാൻ പറ്റുന്നുണ്ട്. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടു നമ്മൾ.
അടിപൊളിയല്ലേ കേസ് നോക്കിയാണ്. നമ്മൾ വീണ്ടും ഹൈറ്റ് കയറിയിട്ട് വീണ്ടും തിരിച്ച് ഡിസെൻഡ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും പച്ചപ്പ് കൂടി കൂടി വരികയാണ്. ഇനി വീണ്ടും ഇനി കയറി ഇറങ്ങി കയറാൻ പറ്റാറില്ല. അവിടെ നോക്കിയാണ് ഇവിടെ മുകളിൽ എന്തോ വഴി വെട്ടാനുള്ള പരിപാടിയാണ്. അത് മണ്ണടിച്ചിട്ടേക്കാണ്. പണി കിടക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത്. മീൻസ് റോഡ് കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള ഫോഗ് വരുന്നതാണ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പോൾ തന്നെ കുറേ നമുക്ക് 1 hour ഫോഗ് നമ്മൾ സമയം കളഞ്ഞായിരുന്നു. മല ഫുള്ള് കയറി ഇപ്പം മല ഫുള്ള് ഇറങ്ങുകയാണ്. ഇനി അടുത്ത മിക്കവാറും എനിക്ക് വീണ്ടും തോന്നുന്നു അടുത്ത മല വീണ്ടും കയറും, അത് ഇറങ്ങും. അങ്ങനെ കയറങ്ങ് പോകും. നമ്മൾ ഇങ്ങനെ തിരിച്ചു വരാൻ ഇതേ വഴിയുള്ള വേറെ വഴിയുണ്ടാകും. എന്തിൽ കാണാമോ? പുതിയ മലകൾ കാണാം. അമല് വണ്ടി എടുത്തിരിക്കുകയാണ്. ഗൈസ് അമല് മുടി കൊതിക്കോട്ടെ. ലുക്കായടാ തവാങ്ങില് മുന്നേ മുടി വെട്ടണമെന്നും താടിയൊക്കെ ലെവൽ ചെയ്യണം. ഒന്നുമില്ലെങ്കിലും സിക്കിമിലും മേഘാലയയിലൊക്കെ പോകുമ്പോ അവിടുത്തെ ആളുകളൊക്കെ നമ്മളൊന്ന് ഒരു അട്രാക്ഷൻ അല്ല കാണുമ്പോ ഒരു ക്രഷും വേണ്ട. പിന്നെന്തിനാണ് കാണുമ്പോ ഒന്ന് നോക്കണം. മെനമുണ്ട്, വൃത്തിയുണ്ട്. ഓ അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വൃത്തിയില്ലെന്നാണ് അവൻ പറഞ്ഞു വരണത്. പ്രാന്തന കണക്കായി. നിരാശ കാമുകന്മാരുടെ അല്ല, നിരാശ കാമുകന്റെ യാത്ര എന്ന് വേണമെങ്കിൽ പറഞ്ഞു. നിരാശയൊന്നുമില്ല. പിന്നെന്താണ്? സന്തോഷമാണോ? എല്ലാവരും ആശ അല്ല. ആരാ ഈ ആശ? ചേച്ചിയുടെ ആരാ ചേച്ചി? നമ്മുടെ വണ്ടിയിലെ വീത്തേട്ടൻ്റെ വണ്ടിയിലുള്ള ചേച്ചി. അത് ആശ ചേച്ചി. ആശ ചേച്ചിയില്ല, അത് നമ്മുടെ ചേച്ചി. നോക്കിയാണ് ഗൈസ്, അവിടെ നിന്നൊക്കെ എപ്പോഴോ ഉരുൾപൊട്ടിയൊക്കെ വന്ന് കൊണ്ടുപോയതാണ്. എന്നിട്ട് നോക്കിയാൽ എന്താ എങ്ങനെ ഉണ്ടായ ഇതായിരിക്കും അല്ലേ? പിരാങ്കിന് 26 കിലോമീറ്റർ ഉണ്ട്. പറയൂ ഗൈസ്. എനിക്കാണെങ്കിൽ തലവേദന എടുക്കുന്നു ഗൈസ്. ഓക്സിജൻ ലെവൽ 26 കിലോമീറ്റർ. ദിനാങ് 26 ഉള്ളു. അപ്പോൾ നമ്മളെന്തായാലും 2 മണിക്ക് മുന്നേ 1:45 1:30 തവാങ് എത്ര ഉണ്ട്? 135. 4 മണിക്കൂർ 1.5 5.5 മണി. കുഴപ്പമില്ല. മുഷിമീൻ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിതീഷിൻ്റെ വണ്ടിയുടെ എഞ്ചിൻ്റെ അടിയിൽ 5 പല്ല് കാണാം. പല്ല് ഇങ്ങനെ ഒരഞ്ഞു പോകുന്നതാണ്. അത് മുഷിമീൻ. അത് നമ്മൾ 2 ദിവസം ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിൽ നിതീഷ് അതിൻ്റെ അടിയിൽ കിടന്ന് കെട്ടുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്താണ് മുഷിയ? ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടപ്പം മുൾക്കിരീടം പോലെ എന്തോ സാധനം 5 ഇങ്ങനെ ഒരഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ അത് കട്ട് ചെയ്യണം, കയറുന്ന പാടിയത് പിന്നെ കട്ട് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും റോഡിൽ ഒരയുന്ന പ്രത്യേകിച്ച് കുഴപ്പമില്ല, സൗണ്ടും ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരഞ്ഞങ്ങ് തീരട്ടെ എന്ന് വെച്ചാൽ. പക്ഷെ അത് ഒരഞ്ഞിട്ട് തീരണല്ല. അതെ അതിന് താല്പര്യമില്ല. ടാഗ് കൊണ്ട് ഇങ്ങനെ പല ഉപയോഗങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ലഡാക്ക് ട്രിപ്പിലാണ് മനസ്സിലാക്കിയല്ലേ. നമ്മൾ ടാഗ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് എഞ്ചിൻ, നമ്മുടെ എഞ്ചിൻ്റെ ഇതുണ്ടല്ലോ, എഞ്ചിൻ ഗാർഡ്, സ്പ്ലാഷ് ഗാർഡ് ഊരി വീണ് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ഇട്ട് കെട്ടും. ഗിയർ കേബിൾ ബുഷ് പോയി കഴിഞ്ഞാൽ ടാഗ് ഇട്ട് കെട്ടും. ഫുൾ ബബ്ബർ ഊരി കഴിഞ്ഞാൽ ടാഗ് ഇട്ട് കെട്ടും. ഫുൾ ടാഗ്, ഒരു കുഴപ്പമില്ല. ടാഗ് ഫ്രണ്ട്ലി വണ്ടിയുടെ ഫോർഡ് എക്കോ സ്പോർട്ട്. അതെ 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 അതെ, അതിന് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ടാഗ്. ഇപ്പൊ എല്ലായിടത്തും മൾട്ടി പർപ്പസ് എല്ലാവരും. പിന്നെ നമ്മൾ വേറൊരു കേസ് എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ സോപ്പ്, ചീപ്പ്, കണ്ണട ഏതൊക്കെ കൊണ്ടുപോകുന്നല്ലോ. ഇപ്പോൾ എല്ലാവരുടെ ബാഗിനകത്ത് ടാഗ് ഉണ്ട്. കാരണം എഞ്ചിൻ കാർഡിൻ്റെ കുഴപ്പമെന്നു വെച്ചാൽ, നമ്മൾ കളിയാക്കി പറയുന്നതല്ല, എഞ്ചിൻ കാർഡിൻ്റെ കുഴപ്പമെന്നു വെച്ചാൽ എഞ്ചിൻ കാർഡ് ഒരു കോമ്പോസിറ്റ് തുണി മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നന്നായിട്ട് വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കയറും. വെയിറ്റ് കയറി കഴിഞ്ഞാൽ
അത് ഊരി താഴെ വീഴും. താഴെ വീഴുമെന്ന് വെച്ചാൽ അങ്ങ് താഴെ വീണ അങ്ങ് പോയെന്ന് വയ്ക്കാം. ഇത് 2 മാത്രം ഊരിയിട്ട് 2 തൂങ്ങി കിടക്കും. അപ്പോൾ ഈ സാധനം തറയിൽ അടിച്ചടിച്ച് കടകട അടിച്ചടിച്ച് പോകും. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാനൊരു ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ പിറങ്ങി നമ്മൾ കെട്ടിയെന്ന് വെച്ചാൽ അത് ഇളക്കി എടുത്ത് പിന്നെ നമ്മൾ വേറൊരു കേസ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നായിരുന്നു. നമ്മൾ നമ്മുടെ ബേബി ആണെങ്കിൽ അരവിന്ദ് ബേബി ആണെന്നുണ്ടെങ്കിൽ എൻജിൻ കാർഡ് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് മോൾഡിങ് ഉണ്ടാക്കി നമ്മൾ ചെയ്തായിരുന്നു. നമ്മൾ അതിൻ്റെ സെയിം റെപ്ലിക്ക ഫൈബറിൽ ഉണ്ടാക്കി എടുത്തായിരുന്നു. അത് അത്ര കുഴപ്പമില്ല, വെള്ളം പിടിക്കില്ല. അതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, അങ്ങനെ ഡാമേജ് ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഏകദേശം 3 വർഷമായി, ഇതുവരെ വേറെ കേസൊന്നുമില്ല. മറ്റേ ആണെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മഴയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകും. ഓക്കെ അല്ലേ? നമ്മൾ ദിരാങ്ക് അടുത്തെത്തി. ഇനി ദിരാങ്ക് 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ബൂട്ടാൻ കാണിക്കുന്ന ദിരാങ്കിൽ എത്തിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി നിർത്തി. ഇവിടെ കഴിക്കാനൊക്കെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും ഭയങ്കര പാട്, ഭയങ്കര തിരക്ക്, കടല കുറവാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് കറങ്ങി എന്തെങ്കിലും കഴിക്കാൻ നോക്കാം വിചാരിച്ച്. ഇവിടെ ഒരു കട കണ്ട് ദേശി സ്റ്റൈൽ കിച്ചണിലാണ് നമ്മൾ. ഇവിടെ ദിരാങ്കിൽ ഒരു ദേശി സ്റ്റൈൽ കിച്ചണിലാണ് നമ്മൾ. കണ്ട് ഇവിടെ ആൻറ്റി കൊണ്ട് മാഗി ഉണ്ടാക്കി. ആൻറ്റിക്ക് മാഗി ഉണ്ടാക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മൽ കണ്ട്രാക്ട് വിടാൻ വന്നിട്ടുണ്ട്. മാഗി ഹേ, ചായ ബി ഹേ, ചായ അഭി അമൽ ബനായെങ്കെ. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? ആൻറ്റി വൺ ഹായ് ക്യാമറ. ആൻറ്റി हाय टू कैमरा. ये मतलब हमारा YouTube चैनल. हम ये सब नहीं करना. अच्छा. ये मोमोस है. कितने मोमोस है अंदर में? बहुत है ना. ठीक है. मैडम मोमोस दे दीजिए, तब तक हम मोमोस खाएंगे. कुछ भूख लग रहा है बहुत तेज. भूख लग रहा है. हाँ. अच्छा इसका भी. इधर ये क्या है? स्प्रिंग ओनियन का है क्या? प्याज का है? वेज नहीं, प्याज का है क्या? प्याज ओनियन. प्याज का पत्ता. हाँ. ओह നല്ല ഓംലെറ്റ്. കള്ളേഴ്സ് പറഞ്ഞു തരോ. ഇത്രയും നേരം ഡ്രൈവ് ചെയ്തിട്ട് അത് കാണുന്നത് റീൽസ്. ഒരു ടേബിളിന് ചുറ്റും വളഞ്ഞിരുന്ന് 4 അക്ഷരം സംസാരിക്കാതെ അവിടെയും സ്മാർട്ട് ഫോണിൽ കുത്തിയിരിക്കുന്ന പുതുതലമുറ. എന്റെ ഫോൺ. ആ അല്ല വേണമെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരുന്നോളാം. പോത്താണ്, ഇതാണ് കാട്ടുപോത്ത് ഗൈസ്. പോട്ട് काट पोच और गाड़ी निकालो. काट पोच, सड़क में काट पोत है. बैठो. और बड़ा वाला कम है. शूर कम. आपका स्टमक में गुथ है, मर गया. ആൾക്കാർക്ക് മനസ്സിലായി എന്താണെന്ന്. പോത്ത് വയറ്റി കുത്തിയാൽ ചത്തു പോത്താണോ പറഞ്ഞിട്ട് അർത്ഥം. വെറും പോത്തല്ല ഗൈസ്, കാട്ടുപോത്താണ്. നല്ല ക്ലീൻ ചെയ്ത് പാളിഷ് ചെയ്ത കൊമ്പ്, നല്ല ചെമ്മരിയാടിന്റെ രോമം. പക്ഷെ ഒരു പണി എടുക്കേണ്ട, വെറുതെ കിടക്കണം റോഡിൽ. എന്താ സുഖമല്ലേ നമ്മളെ. പക്ഷെ അത് തിന്നാനൊന്നും കിട്ടുന്നില്ല. മെലിഞ്ഞിട്ട സാധാരണ കാട്ടുപോത്തിനെ പോലെ ബൾക്കിയല്ല. വിഷ്ണുവിനെ പോലെ ജിമ്മിലും പോലുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നില്ല. നമ്മൾ ഇനി ഇങ്ങനത്തെ മെലിഞ്ഞ കാട്ടുപോത്തിനെ കാണുകയാണെങ്കിൽ ഡിക്കിന്ന് വിഷ്ണുവിന്റെ പ്രോട്ടീൻ പൗഡർ എടുത്ത് കൊടുക്കുന്നതാണ്. തിരിച്ചു ചിലപ്പോൾ കാട്ടുപോത്തൊക്കെ ജിമ്മായി ഡിക്കി. നമ്മൾ 11,466 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ വീണ്ടും കയറി അങ്ങ് പോകും.
ടെമ്പറേച്ചർ 11 ഡിഗ്രി ആയിട്ടുണ്ട് കേട്ടോ. മുകളിൽ പൈൻ മരം മാത്രമേ കാണുന്നുള്ളൂ, വേറെ മരങ്ങളൊക്കെ കുറഞ്ഞുറഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. സേല പാസ് 13 കിലോമീറ്റർ, തവാങ് 90 കിലോമീറ്റർ. ഇനിയുണ്ടോ തവാങ് 90 കിലോമീറ്റർ? എന്തിനാ പിടിച്ചിട്ടേക്കാണ്, എന്തിനാണ് നോക്കണം. മലയാളി എവിടെയാ സ്ഥലം? മലയാളി ആർമിക്കാരുണ്ട് ഗൈസ്. സ്ഥലം എവിടാ? പാലക്കാട്, തിരുവനന്തപുരം, വെഞ്ഞാറമൂട്. ഗൈസ് നമ്മൾ സേല ടോപ്പിൽ പോയില്ല. നമ്മൾ ആദ്യം ഗൂഗിൾ അതുവഴി കൊണ്ടുപോയി, പിന്നെ നമ്മൾ തിരിഞ്ഞ് ഇപ്പം ഇതുവഴി വന്നു. ഇപ്പം നമ്മൾ സേല ടണലിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് സേല ടണലിലേക്കുള്ള വഴി. ഇതിപ്പം അറിയാലോ, എനിക്ക് തോന്നുന്നൊരു 1.5 ഇയർ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട്. ഇത് വന്നത് കാരണം കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. പക്ഷേ റോഡ് കറങ്ങി മുകളിൽ പോകുന്നുണ്ട് കേട്ടോ. മുകളിൽ ഞാൻ വണ്ടി കണ്ടു. സമയത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഗൂഗിൾ മാപ്പിൽ ഇതിൽ കയറിയില്ല? അതെ തന്നെ, മോളിൽ ചെല്ലണം കേട്ടോ. അവിടെ നിന്നാണ് ടണൽ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങോട്ട് സേല ഡിഫൻസ് കയറ്റി വിടില്ല? അല്ല, ഡിഫൻസിന് ഇതുവഴി പോകാൻ എപ്പോഴും ഇതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതുവഴി വരുന്നത്. മേഘ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നത് ചെയ്തത്, കൺസ്ട്രക്ഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത. നോക്കിയാൽ കേസ് ഇതൊക്കെ മൊത്തം ഇപ്പം പുതുതായിട്ട് പൊട്ടിച്ചെടുത്താണ് അല്ലേ ഇത്. ചെറുതായിട്ട് ആ ഓക്സിജൻ ലെവൽ വ്യത്യാസം വന്നാൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശ്വാസം മുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തിൻ്റെ ആ മഞ്ഞുള്ള ആൾക്കാരെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിൽ നിർത്താം, സെന്ററിലും നമ്മളെ വണ്ടികൾ അറിയാൻ പറ്റും. ഗൈസ് നമ്മളങ്ങനെ സേല ടണലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് സേല ടണൽ. ലൈറ്ററാ ഒരു പോർട്ടലിൽ നമ്മൾ എക്സിറ്റ് ആയി. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു ടണലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ടെമ്പറേച്ചർ 7 ഡിഗ്രി ആയി ഗൈസ്. ഞാൻ ഇത് കൈ വെളിയിലിട്ട് കൈ മരവിച്ച്. ഇത് വലിയ ടണല. യു ആർ അറ്റ് 13,000 ഫീറ്റ്. 13,000 അടി പൊക്കത്തിലായി ഗൈസ്.
അപ്പോൾ നമ്മൾ സേല പാസിലെത്തി. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഓക്സിജൻ ലെവൽ കുറവായിട്ട് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. കണ്ടോ, ഗേറ്റ് വേ ടു താങ്വാങ്. അടിപൊളി, നിക്കറൊക്കെ ഇട്ട് നിൽക്കുക, അടിപൊളി. അടിച്ച് കയറുന്നുണ്ട് അടി കൂടുതൽ. ഞാൻ സേല പാസിൽ സേല ടണലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുകയാണ് ഗൈസ്. വൺ മോർ അച്ചീവ്മെൻറ്റ്. നല്ല തണുപ്പ്, എൻ്റെ പൊന്നോ. കാറ്റും കൂടെ അടിക്കുന്ന കാരണം പറ്റുന്നില്ല. നീ ഇവിടെ മറ്റേ മങ്കി ക്യാപ്പ് ഇല്ലാണ്ട് കിടന്നോ, ഇതാവരുത്. പോ ഇട് എല്ലാവരും പോയി. അയ്യോ ആകെ പോ, അവര് പോയി. മഞ്ഞ് കയറുന്നുണ്ടോ? അയ്യേ, കരിഞ്ഞ മീൻ്റെ വേണം. അല്ലാതെ ഇത് കരിയുന്നതായിരിക്കും. വെള്ളച്ചാട്ടങ്ങൾ എൻ്റെ ഇടയിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണുന്നുണ്ട് കൈ. ഒരു മലയാളികളെ കണ്ട് ഗൈസ് BROയിലെ. Many people that traveling. Okay. If it was like 4 to 5, Okay. then again it's like 27-30 people. So Paying for that. okay. So Let's see. yeah, let's see. If it's not possible, then we can plan for Nadula, right? Yeah. So that's what, because I'm telling you why, because of the accommodation, you know. ഗൈസ് ഇതാണ് വീണ്ടും അവസ്ഥ. ഭയങ്കര മഞ്ഞ്. ഈ മഞ്ഞ് പണ്ടാരം കിടക്കാണ് കേട്ടോ. ഫുള്ള് മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. നമ്മളത് അവിടെ തവാങ് എത്താറായി. പക്ഷേ നമുക്ക് രണ്ടു പേർക്ക് രണ്ട് സ്ഥലത്താണ് റൂമുള്ളത്. പക്ഷേ ഇവർക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ചിൻ്റെ വഴി തെറ്റി. അവരിപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിന്നെ ഇപ്പോൾ വീണ്ടും യൂട്ടേൺ അടിച്ച് പോയിൻ്റ് വരും തോന്നുന്നു. ഇതൊക്കെ ആർമി ബേസാണ് ഫുൾ കേട്ടോ. ഗൈസ് വെള്ളം വന്നി കാണുന്നില്ല ഗൈസ്, പറയാൻ വേണ്ടി. ഗൈസ് മുള്ളം പന്നി കാണുന്നുണ്ടോ ഗൈസ്? പോട്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തിയിരിക്കും കേട്ടോ. അവസാനം കുറഞ്ഞ് കയറി നന്നായിട്ട്. ഗൈസ് ഇത് കണ്ടോ, താജ് വിവാൻ്റെ അരുണാചൽ പ്രദേശാണ്. ലെഫ്റ്റ് നമുക്ക് പൊളിയല്ലേ. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി ഒരു 140 മീറ്റർ കാണിക്കുന്ന. Take the next left, then your destination will be on the left. പോട്ട്. ഈ സൂസ് ഇവരുടെയാണെന്ന് തോന്നുന്നു. എപ്പോഴും ഞാൻ ഫോട്ടോയിലും കണ്ടായിരുന്നു ഈ സൂസ്. കേട്ടിട്ടോ? യെസ്, ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നുണ്ടോ, ഈ പൂ ഉണ്ടോ, പൂ ഇതെല്ലാം ഒറിജിനലാണ് ഗൈസ്. സൂപ്പർ, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അടിപൊളി കേട്ടോ. എന്താണ് ഇവിടെ നമുക്ക് ഇരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം, നമുക്ക് ഗ്രില്ല് ചെയ്യാം. പിന്നെ ഇതാ കണ്ടോ. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് ഞാൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് 2 ഫാമിലിക്കുള്ള റൂമാണ്. കയറുമ്പോൾ ഇങ്ങനൊരു സെറ്റപ്പാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ട്രിപ്പിൾ ഷെയറിങ് റൂം കൊള്ളാം, അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് റൂമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. റൂം എല്ലാം അടിപൊളി. ഹീറ്ററുണ്ട്, വാഷ്റൂം കൊള്ളാം. ആകെ ഒരു കുറവെന്ന് വെച്ചാൽ തറയിൽ ടൈലാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിതീഷ് ഇവിടെ നിന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ദിവചേട്ടാ റൂം ഓക്കെ അല്ലേ? സൂപ്പർ റൂം അല്ലേ? ഓക്കെ.
ചൂടുണ്ടോ? ഓക്കെ അല്ലേ? അതെന്തായാലും കമ്പിളി മൂടുമ്പോൾ പിന്നെ ഇതൊന്നും അറിയില്ല, കിടക്കുമ്പോൾ ഒന്നും അറിയില്ല. 7 ഡിഗ്രി അല്ലേ ഉള്ളൂ. 7 ഡിഗ്രി അപ്പോൾ കാണിക്കുന്നത്. നമ്മളൊരു ഈവനിങ് ടീ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് ഇരുന്ന് സ്വസ്ഥതയോടെ മനസ്സമാധാനത്തോടെ ഈ ഒരു സമയം നമ്മൾ ഇരുന്ന് നമ്മൾ കാണുന്നത് അല്ലേ? അല്ല ദീപു ചേട്ടാ, നമ്മള് കൂടെപ്പിടി അപ്പൊ ഇന്നത്തെ ഡ്രൈവ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ സേല പാസ് വഴിയെ കയറി വന്ന സേല പാസ് അല്ല, സേല ടണൽ വഴിയെ കയറി വന്ന. സേല പാസ് വഴി കയറാൻ നമ്മൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് നമ്മൾ സേല പാസ് വഴി വന്നില്ല. സേല ടണൽ വന്നുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സ് സേവ് ചെയ്തു. അതിനുശേഷം കണ്ടല്ലോ ഭയങ്കര വിസിബിലിറ്റി ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇതൊരു അതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ സേല പാസ് എടുക്കാണ്ട് വന്നത്. അപ്പം ഡ്രൈവ് ഓക്കെ ആയിരുന്നു. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീക്കിന് പോകും. അപ്പോൾ ഒരു നമ്മളിവിടുത്തെ മൊണാസ്ട്രിയും പിന്നെ ജെയിൻ ബുദ്ധ സ്റ്റാച്യൂയും പിന്നെ കുറച്ച് നമ്മുടെ വാർ മെമ്മോറിയലൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് നാളെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങും. എല്ലാവരുമായിട്ട് നാളെ രാവിലെ പോകും. അപ്പോൾ നാളെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ പയ്യെ രാവിലെ ഒന്ന് ഉറക്കം എഴുന്നേറ്റ് കുറച്ച് അധികം ഉറങ്ങി ഒരു 9 മണിയൊക്കെ ആകുമ്പം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാ ദിവസവും നമ്മൾ 6 മണി, ഇന്നും നമ്മൾ ഏകദേശം 5 മണിയായപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റായിരുന്നു. നാളെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു റെസ്റ്റ് ഡേ ആണ്. അധികം വണ്ടി ഓടിക്കാത്തൊരു ദിവസമാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.